ഈസി അക്കൗണ്ട്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ +2 അക്കൗണ്ടൻസിയിലേക്കാണ് പോകുന്നത്. നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ +2 അക്കൗണ്ടൻസി രണ്ട് പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ്, രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. അതിലൊന്നാമത്തേത് അക്കൗണ്ടിംഗ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അക്കൗണ്ടിംഗ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. രണ്ടാമത്തേത് അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ്. ഈ രണ്ട് ഭാഗങ്ങളെയും നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഒരു ചാപ്റ്ററിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഭാഗമാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. പക്ഷേ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായ ചാപ്റ്ററിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി +2 അക്കൗണ്ടൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂടുതൽ മാർക്ക് ചോദിക്കുന്ന, കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന വളരെ വലിയ ഒരു പോർഷനായിട്ടാണ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് +2 അക്കൗണ്ടൻസിയിൽ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സുകളാണ്. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ ഭാഗങ്ങൾ പഠിക്കുന്നത് പോലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ആദ്യമേ കുറച്ച് തിയറി ഭാഗങ്ങൾ ആണ് ഉള്ളത്. ആ തിയറി ഭാഗങ്ങൾ കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി നമ്മൾ എവിടെ എത്തും? അതിൻ്റെ അക്കൗണ്ട്സിലേക്ക്, പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിലേക്ക് നമ്മൾ എത്തും. അതുകൊണ്ട് തന്നെ ഈ തിയറി പോർഷൻസിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് +1 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് +2 പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിലേക്ക് എത്താം. ലിസൺ, പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ്. +1 അക്കൗണ്ടൻസി ക്ലാസ്സുകളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ആണ്. നമുക്കറിയാം, പ്രധാനമായിട്ടും 3 ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്: സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻസ് ആൻഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. വി സ്റ്റഡീഡ് ഇൻ ദ +1 ബിസിനസ് സ്റ്റഡി ക്ലാസ്സസ്. +1 ബിസിനസ് സ്റ്റഡി ക്ലാസ്സിൽ ഈ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചതാണ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് നമുക്കറിയാം, എ ഈസ് എ പേഴ്സൺ, അരുൺ ഈസ് എ പേഴ്സൺ. ഏതെങ്കിലും ഒരാൾ ഒറ്റയ്ക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അയാൾ തന്നെ മാനേജ് ചെയ്ത് ഒരു സ്ഥാപനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ സ്ഥാപനത്തിനെ പറയുന്ന പേരാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. നമുക്കറിയാം, ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ +1 ബിസിനസ് സ്റ്റഡി ക്ലാസ്സിലെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. പ്രോഫിറ്റ് ആണെങ്കിൽ ഇയാൾക്ക് എടുക്കാം, അതുപോലെ തന്നെ ഇയാൾക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാം. ഇത്തരത്തിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ അഡ്വാൻറ്റേജസിന്റെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ ലിമിറ്റേഷൻസ് ഉള്ള ഒരു സ്ഥാപനമാണ്, ഒരു മേഖലയാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. ആ ലിമിറ്റേഷൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലാക്ക് ഓഫ് ഹ്യൂജ് ക്യാപിറ്റൽ. വലിയ ക്യാപിറ്റൽ ഈ ഫേമിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളത്. ആ ക്യാപിറ്റൽ ഇല്ലാത്തതിന് കാരണം ഒറ്റ ആളാണ് ബിസിനസ്സിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം അയാൾക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്, ഫണ്ട് കൊണ്ടുവരുന്ന ഒരു പരിമിതികളുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഡ്രോബാക്സ് മാനേജ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇത്തരത്തിലുള്ള ഡ്രോബാക്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് ഡിസ്കഷൻ വരുന്നത്. അങ്ങനെ ഡിസ്കഷൻ വരുമ്പോൾ എ എന്ന് പറയുന്ന ഒരാൾ മറ്റൊരു ആളെയും കൂടെ അയാളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഒന്നിൽ കൂടുതൽ പേർ ഒരു ഫേമിനെ ഓർഗനൈസ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഫേമുകളെയാണ് പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നമ്മളിത് +1 ബിസിനസ് സ്റ്റഡി ക്ലാസ്സിൽ പഠിച്ചതാണ്. ഫോർ എക്സാമ്പിൾ, എ ആൻഡ് ബി ആർ സ്റ്റാർട്ടിംഗ് ദ ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ. സോ പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ മീൻസ് 1 or more person, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ബിസിനസ് ചെയ്യുമ്പോഴാണ് അത് പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ ആയിട്ട് മാറുന്നത്. ഇനി അക്കൗണ്ടൻസിയിലേക്ക് വരുമ്പോൾ, +2 അക്കൗണ്ടൻസിയിലേക്ക് വരുമ്പോൾ നമ്മൾ +1 ക്ലാസ്സിൽ പഠിച്ച തിയറി പോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഇത്തരത്തിലുള്ള 3 ഹെഡിങ് ആണ് തിയറി ഭാഗത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതുകൊണ്ട് +1 ക്ലാസ്സിൽ പഠിച്ച ഡെഫിനിഷനിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. സോ ഡിഫൈൻ പാർട്ട്ണർഷിപ്പ്. We can come to the definition of partnership.
ഓൾറെഡി വി സ്റ്റഡീഡ് ഇൻ ദ പ്ലസ് 1 ക്ലാസ്സസ് അല്ലേ? നമ്മളെല്ലാവരും പ്ലസ് 1 ക്ലാസ്സിൽ ഡെഫിനിഷൻ പാർട്ണർഷിപ്പിൽ പഠിച്ചതാണ്. പാർട്ണർഷിപ്പ് ഡെഫിനിഷൻ ഗിവൺ ബൈ പാർട്ണർഷിപ്പ് ആക്ട് 1932. Very important. Partnership Act 1932 gave the definition. We can explain the definition. Partnership is the relation between persons. The first, partnership is the relation between persons. Relation between persons means maybe A, B, C are partners. So this relation between persons are called partnership. Who have agreed to share profits of business. Who have agreed to share profits of business means they are making an agreement for sharing the profits of the business. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ പ്രോഫിറ്റ് ഷെയർ എങ്ങനെ ഷെയർ ചെയ്യണം എന്ന് അതെല്ലാം നമ്മൾ അക്കൗണ്ടിങ് സൈഡ് പഠിക്കും. എങ്ങനെ ഷെയർ ചെയ്യണം എന്നുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കും. അഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഓഫ് ദ ബിസിനസ്, carried on by all. Very important. Carried on by all എന്ന് പറഞ്ഞാൽ ഈ പാർട്ണർഷിപ്പ് ഫേമിനെ എല്ലാവരും കൂടെ എന്ത് ചെയ്യാം? ബിസിനസ് നടത്താം. എ, ബി, സി 3 പേരും കൂടെ ഫേമിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാം. carried on by all, എല്ലാവരും തന്നെ ബിസിനസ് ചെയ്യുന്നു. or any one of them acting for all. എല്ലാവരും ഫേമിൻ്റെ പാർട്ട്നേഴ്സ് ആണെങ്കിൽ തന്നെ ഒരുമിച്ച് എല്ലാവർക്കും ഫേമിൻ്റെ അകത്ത് നമുക്ക് ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ carried on by all or any one of them acting for all. ഏതെങ്കിലും ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി ആക്ട് ചെയ്തുകൊണ്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം. അതായത് ഇവിടെ സി എന്ന് പറയുന്ന ആളും എ എന്ന് പറയുന്ന ആളും നമുക്ക് ഇൻവെസ്റ്റർ മാത്രമാവാം, ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ബിസിനസ് നടത്തുന്ന ആരാവാം? നമ്മുടെ ബി മാത്രമാവാം. So this is a simple definition of the partnership. See, the relation between persons who have agreed to share the profits of the business, carried on by all or any one of them acting for all. So നമ്മൾ അതിൻ്റെ മീനിങ് പഠിച്ചു വെക്കണം. കാരണം എന്താണ് പാർട്ണർഷിപ്പ്, എങ്ങനെയാണ് ആ ഫേം പ്രോഫിറ്റ് ഷെയറിംഗ് ആണ്, ഒരാൾക്ക് മാത്രം ബിസിനസ് ചെയ്യാം അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി അതിലേക്ക് ഇൻവോൾവ് ചെയ്യാം. സോ ദിസ് ഈസ് ദ മീനിങ് ഓഫ് definition of partnership under Partnership Act. So we are going to partnership deed. പ്ലസ് 1 ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സിനിടയ്ക്ക് ഏതൊക്കെയാണോ പാർട്ട്നേഴ്സ് ഉള്ളത് ആ പാർട്ട്നേഴ്സിനിടയ്ക്ക് ഒരു എഗ്രിമെന്റ് വേണം. നമ്മൾ എങ്ങനെയാണ് ബിസിനസ് കൊണ്ടുപോകുന്നത്, എന്താണ് ബിസിനസിൻ്റെ പേര്, ഏത് രീതിയിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു കൺക്ലൂഷൻ വരാൻ വേണ്ടി പാർട്ണർഷിപ്പിന് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു. ആ എഗ്രിമെന്റിനെയാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഈ എഗ്രിമെന്റ് മേ ബി ഓറൽ അല്ലെങ്കിൽ റിട്ടൺ, വാക്കാലുള്ള ഒരു എഗ്രിമെന്റ് ആവാം അല്ലെങ്കിൽ റിട്ടൺ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആവാം. ആ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ എഗ്രിമെന്റിൽ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് പാർട്ണർഷിപ്പ് ഡീഡിന്റെ കണ്ടന്റുകൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 10 കണ്ടന്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് 10 contents of partnership deed. Very simple contents. We can see name of the firm. സ്ഥാപനത്തിൻ്റെ പേര് എന്താണെന്നുള്ളത് നോട്ട് ചെയ്തിരിക്കണം. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്, എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും പേരും അഡ്രസ്സും കാണിച്ചിരിക്കണം. നേച്ചർ ആൻഡ് പ്ലേസ് ഓഫ് ബിസിനസ്, ഏത് തരത്തിലുള്ള ബിസിനസ് ആണ്, അതിൻ്റെ പ്ലേസ് എവിടെയാണെന്ന് കണ്ടന്റിൽ കാണിച്ചിരിക്കണം. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓഫ് ദ പാർട്ട്നേഴ്സ്, ഓരോ പാർട്ട്നേഴ്സും കൊണ്ടുവരുന്ന അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്, വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ പ്രോഫിറ്റ് എങ്ങനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം, പാർട്ട്നേഴ്സ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കണം എന്നുള്ള ഡിസ്കഷനാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്, സാലറി, കമ്മീഷൻ ഓഫ് ദ പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിൻ്റെ മേലുള്ള ഇൻട്രസ്റ്റ് എത്രയായിരിക്കണം, ഇൻട്രസ്റ്റിൻ്റെ ഡ്രോയിങ്സിൻ്റെ ഇൻട്രസ്റ്റ് എത്രയായിരിക്കണം, ഏതെങ്കിലും പാർട്ട്ണർക്ക് സാലറി ഉണ്ടോ കമ്മീഷൻ ഉണ്ടോ എന്നൊക്കെ ഡിസ്കസ് ചെയ്തിരിക്കണം. അതെല്ലാം പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ, പാർട്ട്നേഴ്സ് ഏതെങ്കിലും ലോൺ അഡ്വാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയായിരിക്കണം. അക്കൗണ്ട്സുകൾ എങ്ങനെ സെറ്റിൽ ചെയ്യണം, ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോഴോ റിട്ടയർമെൻറ്റ് സംഭവിക്കുമ്പോഴോ പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ട്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കണം. റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ലയബിലിറ്റീസ് ഓഫ് പാർട്ട്നേഴ്സ്, ഏതൊക്കെ റൈറ്റുകളാണ്, ഏതൊക്കെ ലയബിലിറ്റീസ് ആണ്, ഏതൊക്കെ ഡ്യൂട്ടികളാണ് ഓരോ പാർട്ട്നേഴ്സിനും ഉള്ളതെന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്തിരിക്കണം.
റൂൾസ് റിഗാർഡിംഗ് ദ ഓപ്പറേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്. നമ്മുടെ ഫേമിന്റെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. ആ ബാങ്ക് അക്കൗണ്ടിനെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ടന്റുകൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെല്ലാം കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട 10 കണ്ടന്റുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. സോ പാർട്ണർഷിപ്പിന്റെ തിയറി പോർഷനിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത് പാർട്ണർഷിപ്പിന്റെ മീനിങ്, ഫീച്ചേഴ്സ് ആൻഡ് പാർട്ണർഷിപ്പ് ഡീഡ്. വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ണർഷിപ്പ് ഡീഡ്. ഈ കാര്യങ്ങളാണ് പാർട്ണർഷിപ്പിന്റെ തിയറി ബേസിക്കിലേക്ക് നമ്മൾ വരുന്നത്. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് പാർട്ണർഷിപ്പിന്റെ അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.